സമരം നടന്നു, സമരക്കാരെ തല്ലി, ബസ് തല്ലി തകർത്തു, ഒക്കെ ശരിയാണ്. പക്ഷേ ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്താ അങ്ങനെ? കണ്ടക്ടർ കട്ടപ്പോഴും അയാളെ തല്ലിയപ്പോഴും പിന്നെ സമരം നടന്നപ്പോഴും ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉള്ളതായി മിസ്റ്റർ മുരളീധരൻ കരുതിയിട്ടില്ലല്ലോ. ഒരു സമരം നടന്നാൽ ഉടനെ കോർട്ടിൽ പോവാ വേണ്ടത്? പോലീസിനെ കൊണ്ട് സമരക്കാരെ തല്ലിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം എന്താ? ശരിയാ, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. പണം ഉണ്ടായതുകൊണ്ട് മാത്രം ബിസിനസ് നടത്താനാവില്ല. ഗൾഫിൽ പോയി 4 കാശുണ്ടാക്കി പോരും. അറിയാത്തവരോ ബിസിനസ്സിൽ ചെന്നിയാടും. ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കണ്ട. ബിസിനസിന്റെ വിവരവും വിവരക്കൊടൊന്നും ആരും ഇവിടെ പറയേം വേണ്ട. പുതിയൊരു ബസ് റൂട്ട് പാസ്സാകുന്നത് കേട്ടാല് പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പുറകെ പണക്കെട്ടുമായിട്ട് പായുന്നതാണ് ബിസിനസ് നിങ്ങളുടെയൊക്കെ വിവരം. സർ, ഞാനൊരു തുക്കട ബസിന്റെ തുക്കട മുതലാളി, പോരാത്തതിന് കാക്കിയിട്ടൊരു കണ്ടക്ടറും. എന്നെ ഇവരുടെ കൂടെ ചേർക്കാൻ ഇവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണും. മാത്രമല്ല, എനിക്ക് ലയൺസ് ക്ലബിൽ മെമ്പർഷിപ്പ് ഇല്ല, ഡയനേഴ്സ് കാർഡില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, മുരളീധരൻ ബസ് വാങ്ങിയത് കട്ടിട്ടോ പിടിച്ചു പറിച്ചിട്ടോ ഒന്നുമല്ല. മറ്റു മുതലാളിമാർ ചെയ്യാറുള്ള പോലെ തൊഴിലാളികളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയിട്ടില്ല. 3-4 ആൾക്ക് പണി കിട്ടുന്നൊരു ചെറിയ ഏർപ്പാട്. ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും അയാൾ അതിനുവേണ്ടി ചെലവഴിച്ചു. പ്രഭാകരനോടൊരു കാര്യം പറയാം, ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ നോക്കരുത്. നിങ്ങൾ ഈ ഇഷ്യൂസ് മുഴുവൻ ഉണ്ടാക്കിയ ഒരു കള്ളന് വേണ്ടിയാ. ഉത്സവകാലത്തെ കളക്ഷനുമായ മുങ്ങി എന്നുള്ള കാര്യം 100% സത്യമാണ്. അങ്ങനെ ഏകപക്ഷീയമായിട്ട് സംസാരിക്കരുത്. കട്ടവ സാറിനോട് ഒന്ന് പറഞ്ഞോ അവൻ കട്ടെന്ന്? വാചക കസർത്തൊന്നും വേണ്ട, ഒക്കെ എനിക്കറിയാം. എടോ, താനൊരു തൊഴിലാളി നേതാവാണെന്നാണല്ലോ പറയുന്നത്. ബസ് തല്ലി പൊളിച്ചുകൊണ്ട് താൻ എന്ത് നേടി? 3-4 തൊഴിലാളികളുടെ കഞ്ഞൂടി മുട്ടിച്ചു. ഒരു പാവപ്പെട്ടവന്റെ ജീവിതം കുട്ടിച്ചോറാക്കി. സാറേ, ഒരു ഇടനിലക്കാരന്റെ ഭാഷയിലല്ല സാറിപ്പോ സംസാരിക്കുന്നത്. ഞാൻ ബസ് തല്ലി പൊളിച്ചെന്നോ? സമരം ചെയ്യുന്ന തൊഴിലാളികളെ കരുതേച്ച് കാണിക്കാനും അങ്ങനെ സമരം പൊളിക്കാനും വേണ്ടി ഇയാൾ തന്നെ ആ ബസ് തല്ലി പൊളിച്ചത്. അതെ, ഞാൻ തന്നെ ബസ് തല്ലി പൊളിച്ചത്. ആ സമയത്ത് താൻ എന്തിനാ ഇവിടെ വന്നു? എന്നെ തടയാനോ? എടോ, തന്റെ കരണത്ത് ഞാനിപ്പോ പൊന്നീച്ച പറപ്പിച്ചില്ലേ? ആ പാടല്ലേടോ തന്റെ മുഖത്ത് കരിവാളിച്ച് കിടക്കുന്നത്? ഞാൻ ഗൾഫ് മൂരാച്ചയാണത്രേ. എടോ, ഗൾഫിൽ നിന്ന് വരുന്ന പണമില്ലായിരുന്നെങ്കിൽ നിന്നെ പോലുള്ള ആയിരങ്ങൾ ഇവിടെ പട്ടിണി കിടന്ന് ചത്തേനെ. എല്ലാവരും വേണം ഹിറ്റാച്ചി ടിവിയും നാഷണൽ വിസയറും ഒക്കെ. ഇതൊന്നും ദുബായിലെ മാർക്കറ്റിലെ ചുമ്മാ കിട്ടുന്നതല്ല. നിനക്കൊക്കെ ഗൾഫുകാരനെ പുച്ഛം അല്ലടാ. എടോ മുരളീധരൻ. ഇല്ല സാർ, പിന്നൊരിക്കലും എനിക്കിത് പറയാൻ പറ്റിയില്ലെന്ന് വരും. സുഹൃത്തെ, താങ്കൾ വലിയ നേതാവാണ്, തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതുന്ന ധീരനാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ച് തനിക്ക് എന്തറിയാം? താങ്കൾക്കൊരു ബസ് ഓടിക്കാൻ അറിയാം? താൻ ഒരു ദിവസങ്ങളിൽ ഒരു കണ്ടക്ടറായി പണിയെടുത്തിട്ടുണ്ടോ? പോട്ടെ, തനിക്കൊരു ബസ് കഴുകാൻ അറിയണോ? ഇവന്റെ ധിക്കാരം കേൾപ്പിക്കാനായിരിക്കും ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത്. എന്താ പൊള്ളുന്നുണ്ടോ? അന്ന് നീ പറഞ്ഞു ഞാൻ ആട്ടിൻ തോലിട്ട ചെന്നായാണെന്ന്. മുതലാളിയുടെ നേരെ തൊഴിലാളികളെ കൊണ്ട് അനാവശ്യമായി സമരം ചെയ്യിപ്പിച്ചിട്ട് അതേ മുതലാളിയുടെ പിൻവാതിൽക്കൽ അയാൾ എറിയുന്ന എച്ചിലേലയ്ക്കും വേണ്ടി വാലും കൂട്ടിയിരിക്കുന്ന നീ അല്ലടാ ആട്ടിൻ തോലിട്ട ചെന്നായി. എന്താ ഇവനെ കൊണ്ട് എന്നെ തെറി വിളിപ്പിച്ച അതിന്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. നേരത്തരോ, കുറെ കാലമായി കസേര കൊണ്ട് ഞാൻ ഈ തോന്നിയാസം കാണാൻ തുടങ്ങിയിട്ട്. ഒരുത്തനെ കുത്തുവാളടുപ്പിച്ചു എല്ലാവരും തൃപ്തിയായല്ലോ. നെല്ല് കുത്തുന്നൊരു മില്ല് തുടങ്ങിയ അവൻ ബൂർഷ്വാ, ഒരു സെക്കൻഡ് ഹാൻഡ് ബസ് വാങ്ങിയ അവനും ബൂർഷ്വാ. എന്നാ യഥാർത്ഥ ബൂർഷ്വാസിയുടെ ഒരു രോമം തൊടാൻ പോലും ഒരുത്തന് സാധ്യമല്ല. 2 ദിവസം ക്ലീനറായി പണിയെടുത്തവനെ സ്ഥിരപ്പെടുത്താൻ സമരം, കള്ളനെ തിരിച്ചെടുക്കാൻ സമരം, ഒരു കമ്പയിൽ ഒരു കൊടിയും കുത്തി ഇറങ്ങും മുദ്രാവാക്യമായിട്ട്. അതിനാരാ തനിക്കല്ല ലൈസൻസ് തന്നത്? ഒരാൾക്കെങ്കിലും ജോലി കൊടുപ്പിക്കാൻ തന്നെ കൊണ്ട് സാധിക്കുമോ? ഈ ബസ് നിന്റെയൊക്കെ തറവാട്ട് സ്വത്താ തല്ലിപ്പൊളിക്കാൻ? അവന്റെ ഇന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് അതാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്താ പറഞ്ഞത്? സാർ എന്തിനാ സാർ ഈ കുഴപ്പത്തിനൊക്കെ പോകുന്നത്? ഇവരെ നന്നാക്കാനോ? എന്റെ ജീവിതം വഴിമുട്ടി എന്നല്ലേ ഉള്ളൂ സാർ. ഇവർ ജയിക്കട്ടെ സാർ, എപ്പോഴും ഇവർ ജയിക്കട്ടെ.